3-4 ദിവസമായിട്ട് എൻ്റെ ഫോൺ കേടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഞാൻ വീഡിയോകളൊന്നും ഇടാൻ പറ്റിയില്ല. പിന്നെ ചെറിയ ചെറിയ ഷോർട്സൊക്കെ ഇടാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. എനിക്ക് എൻ്റെ ഫോണിൻ്റെ സ്പീക്കറൊന്നും വർക്കാവുന്നില്ലായിരുന്നു. അങ്ങനെ അത് ശരിയാക്കാനായിട്ടൊക്കെ കൊടുത്തേക്കുമായിരുന്നു. അപ്പം ഇന്ന് തിരിച്ച് കിട്ടി. അപ്പോൾ ഇന്ന് ബിന്ദുവിൻ്റെ 2-3 പലഹാരങ്ങൾ. അപ്പം മഴയത്തൊക്കെ ഇനിയിപ്പം സ്കൂളൊക്കെ തുറന്നില്ലേ, ഇപ്പോൾ വൈകുന്നേരം കുട്ടികൾ വരുമ്പോൾ 4 മണിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന 2-3 വിഭവങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടേ ഇത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ആവി കയറ്റി നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കത്തില്ലേ, അതേപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വെള്ളം മാത്രമല്ല, ക്യാരറ്റ് അരച്ച് അതിൻ്റെ ജ്യൂസും കൂടെ ചേർത്താണ് ഇത് കുഴച്ചിട്ടുള്ളത്. അപ്പോൾ അരിപ്പൊടിയും ക്യാരറ്റിൻ്റെ ജ്യൂസും ഒരു ശകലം മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ടുള്ള അകത്ത് നിറയ്ക്കാനുള്ള ഫില്ലിംഗ് ആണ് ഇത് ക്യാരറ്റ്, സവാള, ഉരുളക്കിഴങ്ങ്, തക്കാളി ഇതെല്ലാം കൂടെ ചേർത്ത് പിന്നെ മസാലപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് വഴറ്റി വെച്ചിരിക്കുന്നതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില എല്ലാം ഉണ്ട്. എന്നിട്ട് അത് വഴറ്റി ഈ അരിപ്പൊടി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതേപോലെ ആക്കിയെടുത്ത് അതിനകത്തേക്ക് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന കൂട്ട് നിറച്ച് കൊടുത്ത് ഇതേപോലെ പൊതിഞ്ഞെടുക്കണം. എന്നിട്ട് ഉരുട്ടി നമ്മൾ ആവി വെച്ചാണ് ഇത് വേവിക്കുന്നത്. ഇത് എണ്ണ പലഹാരമല്ല. ഇത് ഇതേപോലെ പൊതിഞ്ഞ് ഓരോന്ന് ഉരുളകളാക്കി നമുക്ക് ഇഡലി പാത്രത്തിനകത്ത് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ശരിക്കും ഈ വനിതയിലേക്ക് കുറേ റെസിപ്പി അയച്ചു കൊടുക്കാനുണ്ടായിരുന്നല്ലോ, അങ്ങനെ അവൾ അയച്ചു കൊടുത്തതാണേ. അങ്ങനെ അയച്ചു കൊടുക്കാൻ വേണ്ടി പിന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കൊള്ളാമെന്നുണ്ടെങ്കിലല്ലേ നമ്മളത് റെസിപ്പി അയച്ചു കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ഇത് എടുത്തിട്ട് കുറേ ദിവസമായി. അപ്പോൾ വനിത വന്നിട്ട് യൂട്യൂബിലിടാമെന്ന് വിചാരിച്ച് ഞാൻ ഇതുവരെ ഇടാതെ ഈ വീഡിയോ എടുത്തു വച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ നാളായില്ലേ, അപ്പോൾ ഇനി ഞാനിത് ഇടാമെന്ന് വിചാരിച്ചു. അവരിതുവരെ ഇത് വനിതയിലൊന്നും ഇട്ട് കണ്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്നിത് ഇടാം. ഇപ്പോഴൊക്കെ ഇടുമ്പോൾ പിന്നെ നേരത്തെ നിങ്ങളിത് കണ്ടിട്ടുള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കാം. ഇപ്പോഴാണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾ വൈകിട്ട് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഇനി ഉണ്ടാക്കുന്നതെന്നുള്ളത് ആലോചിക്കുന്ന ഒരു സമയമാണല്ലോ. കാര്യം കഴിഞ്ഞ 2 മാസമായിട്ട് കുട്ടികൾ വീട്ടിൽ നിൽക്കുമ്പം നമ്മൾ 4 മണിയാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ. നമ്മുടെ നന്ദൂസിനും അങ്ങനെ ആയിരുന്നു കേട്ടോ. അവധിയായിരുന്നപ്പോൾ എന്നും 4 മണിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ അതേപോലെ സ്കൂൾ വിട്ട് വരുമ്പോഴും നമ്മൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കരുതി വെക്കാറുണ്ടല്ലോ. അപ്പം ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാധനമാകുമ്പോൾ അവർക്കും ഒരു മടുപ്പുണ്ടാകത്തില്ല, നമുക്കും ഉണ്ടാക്കാനൊരു ഉന്മേഷം തോന്നും പുതിയ പലഹാരങ്ങളാവുമ്പം. അപ്പോൾ അങ്ങനെ ബിന്ദു ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ട് നോക്കും. കുറേയൊക്കെ ചാനലിൽ കാണും, അല്ലെങ്കിൽ സ്വയം ഇങ്ങനെ ഓരോരോ പരീക്ഷണങ്ങൾ നടത്തും. അങ്ങനെ നടത്തുന്ന ഒരു പരീക്ഷണമാണിത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി അയച്ചു കൊടുക്കാം, എനിക്ക് വീഡിയോയും കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ ഓരോന്നായിട്ട് ഇതേപോലെ പൊതിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാരറ്റ്, തക്കാളി, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, പച്ചമുളക്, സവാള എല്ലാം കൂടെ വഴറ്റി ഇതേപോലെ പൊടികളും എല്ലാം ഇട്ട് നല്ലവണ്ണം വഴണ്ട് കഴിയുമ്പം ഈ അരിപ്പൊടി നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്നത് പോലെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ക്യാരറ്റ് അരച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടാണ് ഇത് കുഴച്ചിട്ടുള്ളത്. ബാക്കി പോരാതെ വരുവാണെങ്കിൽ മാത്രം ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. അങ്ങനെ കുഴച്ചെടുത്തു. ഇനി ഇത് ഇഡലി പാത്രത്തിലേക്ക് വെച്ച് നമുക്ക് ആവി കയറ്റി എടുക്കാം. ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലോണം വെന്ത് കിട്ടും. കാര്യം ഇതിനകത്തുള്ളതെല്ലാം ഉരുളക്കിഴങ്ങും പിന്നെ സവാളയെല്ലാം നമ്മൾ വഴറ്റി വേവിച്ചെടുത്തതല്ലേ. പിന്നെ അരിപ്പൊടിയല്ലേ, അതും ആവി കയറ്റിയതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 15-20 മിനിറ്റോളം മതിയാവും, അത് വെന്ത് കിട്ടും. കണ്ടോ, പിന്നെ അത് തണുത്തതിന് ശേഷം എടുക്കാവുള്ളൂ കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവൾ പെട്ടെന്ന് എടുത്തു, അതാണ് അതിൻ്റെ ശകലം പൊട്ടിപ്പോയത്. അത് നല്ലോണം തണുത്തതിന് ശേഷം എടുക്കുവാണെങ്കിൽ ഒട്ടും പൊട്ടാതെ കിട്ടും. കണ്ടോ, അതിൽ ശകലം ഒട്ടിപ്പിടിച്ചത് കണ്ടോ. ഇതിനകത്ത് മസാലയാണ്. അപ്പോൾ നമുക്കിങ്ങനെ തുറന്ന് കാണിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. കണ്ടോ, ഒരു വെറൈറ്റി അല്ലേ. നമ്മൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ക്യാരറ്റ് കൊണ്ടാണ് ഇത് കുഴച്ചിരിക്കുന്നത്. ക്യാരറ്റിൻ്റെ ജ്യൂസ് കൊണ്ട് അരിപ്പൊടി കുഴച്ചിട്ടുണ്ട്. നന്ദൂസിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. ക്യാരറ്റ് ബോൾ എന്നാണ് അവളതിന് പേരിട്ടത് കേട്ടോ. ക്യാരറ്റ് ബോൾ, ക്യാരറ്റിൻ്റെ ആണല്ലോ ഇതിനകത്ത് കൂടുതലുള്ളത്. ക്യാരറ്റ് ജ്യൂസ് വെച്ച് കുഴയ്ക്കുന്നു. പിന്നെ അതിനകത്തുള്ള ഫില്ലിങ്ങിനും ക്യാരറ്റാണ് കൂടുതലായിട്ടിടുന്നത്.
അതുകൊണ്ട് അതിന് ക്യാരറ്റ് ബോളെന്ന് പേരിട്ടു. എരിവ് മധുരമല്ല, മസാല. അങ്ങനെ ഒരു വിഭവം തയ്യാറായി. ഇനി അടുത്ത വിഭവം എന്താണെന്ന് നോക്കാം. ഇത് ഒരു ചാനലിനകത്ത് കണ്ടതാണേ. നന്ദൂസ് ഇങ്ങനെ മൊബൈൽ കണ്ടപ്പം ഒരു ചാനലിൽ കണ്ടതാണ്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഏത് ചാനലിലാണെന്നും ആരുടെയാണെന്നും കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങാണ് സാധനം. ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് ഇതുപോലെ എടുത്തിട്ട് പിന്നെ നല്ല ഭംഗിയായിട്ട് ഉടച്ചെടുക്കണം. എന്നിട്ട് ഓരോരോ ചെറിയ ബോളുകളാക്കി അതൊന്ന് വറുത്തെടുത്തിട്ട് ഒരു ഈർക്കിലിയിലേക്ക് കോർത്ത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അവനിങ്ങനെ കണ്ടു, എനിക്കിപ്പം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഉണ്ടാക്കി തരണമെന്നൊക്കെ പറഞ്ഞാലും അവനും എല്ലാത്തിനും സഹായിക്കാൻ കൂടും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചു വെച്ചു. എന്നിട്ട് അതിനകത്തോട്ട് ശകലം ഉപ്പിട്ടു. പിന്നെ ഒരു 2 സ്പൂൺ കോൺഫ്ലവർ അതുകൂടെ ചേർത്ത് അത് നമുക്ക് ഉരുട്ടിയെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് 2 സ്പൂൺ കോൺഫ്ലവറാണ് ഇട്ടത്. 2-3 സ്പൂൺ ഇടാം കേട്ടോ. നമ്മൾ ആ ഉരുളക്കിഴങ്ങ് എത്രത്തോളം വെള്ളം ഉണ്ടോ നമ്മൾ ഉടച്ചെടുത്തില്ലേ, അപ്പോൾ നമുക്ക് ഉരുട്ടാൻ പാകത്തിന് അതിൻ്റെ വെള്ളം മാറുന്നത് വരെ കോൺഫ്ലവർ ഇട്ടിട്ട് അതിനകത്ത് ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അതൊന്ന് ബോളാക്കി എടുക്കണം. അങ്ങനെ എല്ലാം ചെറിയ ചെറിയ ബോളുകളായിരിക്കണം, ഒരുപാട് വലിപ്പം വേണ്ട. ചെറിയ ബോളുകളാക്കി ഇതേപോലെ ആക്കി എടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് എണ്ണ ചൂടാകാൻ വെച്ച് ഓരോ ബോളായിട്ട് നമുക്കതിനകത്തിട്ട് വറുത്തെടുക്കാം. അവനിങ്ങനെ ഓരോന്ന് കാണും. നേരത്തെയൊക്കെ ഈ കളിക്കുടുക്ക വായിക്കുന്ന സമയത്ത് അതിനകത്ത് നോക്കിയിട്ട് ഓരോന്നും ഉണ്ടാക്കി തരണമെന്നും പറഞ്ഞ് കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഇത് കണ്ടപ്പോൾ എനിക്കിപ്പോൾ ഇതുണ്ടാക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ്. അങ്ങനെ അവൾ ഉണ്ടാക്കി കൊടുക്കുവാണ്. അതെല്ലാം ചെറിയ ബോളാണ്. അപ്പം അത് ഇടാൻ എളുപ്പമുണ്ടല്ലോ, കണ്ടോ, അവനും കൂടെ ഇടുന്നുണ്ട് അതിനകത്ത്. പിന്നെ ഈ വീഡിയോ എടുത്തു തന്നതും അവനാ കേട്ടോ. എല്ലാം ഉരുട്ടി റെഡിയാക്കി വെച്ചു. ഇനി വറുത്ത് കോരി എടുത്തു. ഇനി ഇതുപോലെ ഈർക്കിലയിൽ ഇങ്ങനെ കോർത്തെടുക്കാം. അപ്പോൾ അങ്ങനെ അതിനകത്ത് കണ്ടത്, അതുകൊണ്ട് അതേപോലെ തന്നെ വേണമെന്നും പറഞ്ഞ് അങ്ങനെ ഈർക്കിലിൽ കോർത്തെടുത്തു. ഇതിങ്ങനെ തന്നെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഫിനിഷിങ് വരാൻ വേണ്ടി അതേപോലെ കോർത്തെടുത്ത് സോസും കൂട്ടി കഴിക്കാം. അപ്പം നമ്മുടെ ഇത്രയായപ്പോഴത്തേക്കും നമ്മുടെ കണ്ണൻകുട്ടനും വന്നു. അപ്പോൾ അവനും കൊടുത്തു, അമ്മയ്ക്കും കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് എല്ലാവരോടും ഒന്ന് ചോദിക്കാം ഇത് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇത് നമുക്ക് കുഞ്ഞുങ്ങൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, അതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. കുട്ടിക്കൊണ്ടിരിക്കുക അതിനകത്ത്. കോൺഫ്ലവർ കൂട്ടി തിന്നുക. സോസ് കൂട്ടിയത് കോൺഫ്ലവറും കൂടെ ഇട്ട് കുഴച്ചോ? ഉരുട്ടി. അണ്ണാ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് കൊള്ളാവൂന്ന്. കോലി കുത്തി. അപ്പോൾ കഴിഞ്ഞ 2 എണ്ണം ഉണ്ടാക്കാൻ ഈസിയായിരുന്നു. ഇനി അടുത്തത് ആദ്യം ചെറുപയറൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് കരിഞ്ഞു പോകരുത്, അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ വെള്ളമയം എല്ലാം മാറി ഈ നിറമാകുന്നത് വരെ അതൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അതൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു 1.5 ഗ്ലാസ് ശർക്കര എടുത്ത് ഉരുക്കി അരിച്ച് വയ്ക്കണം. അപ്പം ഞങ്ങൾക്ക് ഇവിടെ പിന്നെ നല്ല ശർക്കരയാണ്, ഉരുക്കി പിന്നെ അരിക്കണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ശർക്കര അങ്ങനെ തന്നെ ഇട്ടതേ ഉള്ളൂ. അപ്പോൾ പയറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്, കണ്ടോ. ഇതേപോലെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഒരു 1.5 ഗ്ലാസ് ശർക്കരയിട്ട് ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുത്ത് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടെ അതിനകത്തോട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം. എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് മനസ്സിലായോ? മോദകമാണ് ഉണ്ടാക്കാൻ പോകുന്നത്.
അപ്പം നമ്മുടെ ഹരിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ വന്ന ഒരു ദിവസം ഉണ്ടാക്കിയതാണ്. നമ്മുടെ ശർക്കര ഉരുകി വന്നപ്പോൾ പയറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ടു. ഇനി അത് ഒന്ന് നല്ലപോലെ വരട്ടിയെടുക്കണം. അതിനുശേഷം അതിനകത്തോട്ട് ഒരു ശകലം ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. അപ്പം ശർക്കര, പയറ്, ഒരു നുള്ളുപ്പ്, ജീരകപ്പൊടി, 2 സ്പൂൺ ജീരകപ്പൊടി ഇട്ടു നല്ല മണം കിട്ടാനായിട്ട്. പിന്നെ തേങ്ങാ തിരുമ്മിയത്, ഇത്രയും കൂടെ ഇട്ട് നല്ല പോലെ നമ്മൾ വരട്ടി എടുക്കണം. കണ്ടോ, ഒട്ടും വെള്ളമയമില്ലാതെ ആ ശർക്കരയെല്ലാം വറ്റി നല്ലോണം വരണ്ട് കിട്ടണം. നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നല്ല പോലെ വരട്ടിയെടുത്ത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി വെക്കാം. ഇനി ഒരു ശകലം നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു ശകല ഏലക്കാപ്പൊടിയും കൂടെ അതിനകത്തോട്ട് ചേർക്കാം. ഇനി ഒന്ന് ചൂടാറണം, കാരണം നമുക്ക് കൈ പിടിച്ച് ഉരുട്ടി വെക്കാനുള്ളതല്ലേ. അപ്പം എന്നാൽ ഒത്തിരി തണുത്ത് പോവുകയും ചെയ്യരുത്, നമുക്ക് ഉരുട്ടി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ കൈവെള്ളയിൽ വെച്ച് ഉരുട്ടി ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്ക് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് അതിനുള്ള മാവ് കുഴയ്ക്കാം. അപ്പോൾ അതൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് പിന്നെ അത് ഉരുട്ടാം. ശകലം നേരം വെച്ചു, നല്ലപോലെ തണുത്തു. അതിനുശേഷം ഇതേപോലെ ബോളാക്കി വെക്കുവാണ്. കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഉരുട്ടി ചെറിയ ചെറിയ ഉരുളകളാക്കി വെക്കാം. അങ്ങനെ എല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഉരുട്ടി കഴിഞ്ഞിരിക്കുവാണ്. 1/4 ഗ്ലാസ് പയർ, 1/4 ഗ്ലാസ് ശർക്കര, ഒരു പകുതി തേങ്ങ, ജീരകപ്പൊടി, ഒരു നുള്ളുപ്പ്, ഇതെല്ലാം ചേർത്ത് വരട്ടിയതാണ് ഇത്. ഇനി നമുക്ക് ഇത് മുക്കാനുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 2 ഗ്ലാസ് ഗോതമ്പ് പൊടി, 1 ഗ്ലാസ് മൈദ, 2 സ്പൂൺ അരിപ്പൊടി, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം 2 സ്പൂൺ പഞ്ചസാര, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ട കെട്ടാതെ കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളമാകാതെ അത് നമുക്ക് മുക്കാൻ പരുവത്തിന് നമ്മളതെല്ലാം കൂടെ ചേർത്തൊന്ന് കലക്കിയെടുക്കാം. ശരിക്കും കലക്കിയെടുക്കുക. ചീനച്ചട്ടി എണ്ണ വെച്ചു. കലക്കിയ മാവ് ഇത് ഓരോന്നും ഇതിനകത്ത് മുക്കിയെടുത്ത് എന്നിട്ട് അതിലോട്ട് ഇടണം. എണ്ണ മൂക്കട്ടെ. എണ്ണ മൂത്തു ഇതിനകത്ത് മുക്കിയിടാം. മറിച്ചിടാം. എല്ലാം മറിച്ചിട്ടുണ്ടേ. മറിച്ചിട്ടിട്ട് അധികം താമസിക്കാതെ തന്നെ നമുക്ക് എടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഇട്ടെടുക്കാം.
ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഈ പയറും ശർക്കരയൊക്കെ ഇടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് ഹരിക്കുട്ടന് കൊടുത്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം. നമ്മുടെ ഹരിക്കുട്ടൻ കഴിക്കുവാണ്. അമ്മ ഉണ്ടാക്കിയ മോദകം. അപ്പോൾ അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന 2-3 വിഭവങ്ങളാണ് ഇന്ന് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ വിഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇതേപോലത്തെ സാധനങ്ങൾ കഴിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്ക് തയ്യാറാക്കി വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അപ്പം നമ്മുടെ ക്യാരറ്റ് ബോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് അതിന്. അപ്പോൾ അതുണ്ടാക്കി നോക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം. എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും.